മുൻപിട്ട വീഡിയോയിൽ ദേവയാനിക്ക് വയ്യാത്തതും ദേവയാനിയെ നയനെ നല്ലപോലെ ശുശ്രൂഷിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നിവിടെ പറയുന്നത്. അങ്ങനെ ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് ദേവയാനി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. നല്ല ഉഷാറോടെയാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് നേരെ പോകുന്നത് അനാമയുടെ റൂമിലേക്കായിരിക്കും. അനാമിക ഉറങ്ങുകയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ദേവയാനി ചെന്ന് വാതിൽ തട്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനാമിക വരുന്നുണ്ട്. എന്താ വല്യമ്മേ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? ഞാൻ ഉറങ്ങായിരുന്നില്ലേ, എന്തിനാ വന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, സമയം എത്ര ആയിന്നാ വിചാരം? 5 മണിയായി. നീ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയതല്ലേ? ഞാൻ ചായയും സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോള് കഴിക്കാൻ വരുന്നില്ലേ? അപ്പം നമ്മുടെ അനാമിക പറയുന്നുണ്ട്, ഞാൻ കഴിക്കുക, അവളോട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ. എനിക്ക് എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം, എനിക്ക് കുറച്ചുകൂടി റെസ്റ്റ് എടുക്കണം, എനിക്ക് കുറച്ചുകൂടി ഉറങ്ങണം വല്യമ്മേ. അപ്പോൾ ദേവയാനി പറയാണ്, മോൾ ഇത്ര നേരം റെസ്റ്റ് എടുത്തല്ലേ, അധികം ഉറങ്ങുന്നത് അത്ര നല്ലതല്ല മോളെ. അതുമല്ല ഈ സമയം സന്ധ്യ ആവാനുമായി, ഇങ്ങനെ കിടക്കുന്നത് ഒരു ദുശീലക്കേടാ, മോൾ അങ്ങോട്ട് വന്നേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താ വല്യമ്മേ, നയനയോട് പറ കൊണ്ട് തരാൻ. എന്നിട്ട് ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇല്ല പറയില്ല, നീ താഴോട്ട് ഇറങ്ങി വാ എന്നിങ്ങനെ കടുപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അനാമിക വിചാരിക്കുന്നുണ്ട്, എന്തോ വല്യമ്മയ്ക്കൊരു മാറ്റം പോലെ ഉണ്ടല്ലോ, ഇത്രയൊക്കെ ഇങ്ങനെ കടുപ്പിച്ച് പറയുന്നത് എന്തായിരിക്കും? എന്തായാലും പറഞ്ഞതല്ലേ, പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയേക്കാം, ഇനിയിപ്പോൾ വരാത്തതിൽ ഇനിയിപ്പോൾ ദേഷ്യമൊന്നും തോന്നണ്ട, അന്ന് ഇറങ്ങിപ്പോയേക്കാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അനാമിക താഴേക്ക് ഇറങ്ങി പോകുകയാണ് ചെയ്യുന്നത്. ദേവയാനി നയനയോട് പറയാണ്, ചായയും കടിയൊക്കെ സൂപ്പറായിരുന്നു മോളെ എന്നിങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ നയനയുടെ അടുത്ത്. അപ്പോൾ ഇത് കേട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും അത്ഭുതം തോന്നുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണല്ലോ നയനയോട് ഇങ്ങനെ നല്ല അഭിപ്രായം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അനാമിക ഇറങ്ങി വരുന്നുണ്ട്. അനാമിക അവിടെ ഇരുന്നിട്ട്, നയനെ ചായയും സ്നാക്സും ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നിങ്ങനെ ഓർഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, മോള് പോയി അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് വാ, നയനെ അവിടെ എല്ലാം ഉണ്ടാക്കി ഉണ്ടല്ലോ, മോള് പോയി ഒന്ന് എടുത്തിട്ട് വന്നേ എന്നിങ്ങനെ പറയാണ്. ഈ സമയം നമ്മുടെ അനാമിക വിചാരിക്കുകയാണ്, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ വല്യമ്മയ്ക്ക്, വല്യമ്മ അല്ലെങ്കിൽ ഇങ്ങനെ പറയാറില്ലോ, എന്തു പറ്റി എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ അനാമിക അടുക്കളയിൽ ചെന്ന് സ്നാക്സും ചായയും എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് കാലൊക്കെ കയറ്റി വെച്ച് വലിയ തമ്പരാട്ടീനെ പോലെ ഇരുന്ന് ചായ കുടിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയം ഈ അനാമികയുടെ കാണിക്കൽ കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇതൊന്നും കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ സമയം ജാനകി അനാമികയോട് പറയുന്നുണ്ട്, മോൾ എന്തിനാ ചായയൊക്കെ എടുത്തു കൊണ്ടുവരാൻ നിന്നേ? ആ നയനയോട് പറഞ്ഞാൽ പോരെ, മോൾ എന്തിനാ എടുത്തേ? അവൾ കൊണ്ടു തരില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനാമികയോട് ഞാനാ പറഞ്ഞേ എടുത്ത് കഴിക്കാൻ, ഇവിടുന്ന് അടുക്കള വരെ പോകാൻ അത്ര ദൂരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജാനകി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്തോ ഒരു മാറ്റം പോലെ, ചേച്ചി തന്നെയല്ലേ പറയാറ് നമ്മുടെ അനാമിക മോളെ ശുശ്രൂഷിക്കേണ്ടത് നയനയാണെന്നും, അനാമിക മോളെ ശുശ്രൂഷിക്കുക മാത്രമല്ല അവളുടെ ദാസ്യപ്പണി ചെയ്യേണ്ടതും നമ്മുടെ നയനയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, പിന്നെന്താ ഇപ്പോൾ ഒരു മാറ്റം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഇപ്പോൾ അതൊന്നും കുത്തിപ്പൊക്കണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ജാനകി എടുത്ത് പറയുന്നുണ്ട്, നീയല്ലേ ഇപ്പോൾ അനാമികയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ, ഇനി അവൾ തന്നെ ഉണ്ടാക്കിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് മാത്രമല്ല നയനയ്ക്ക് ഒരുപാട് ജോലിയുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ അനാമിക ഓർക്കുകയാണ് കേട്ടോ. ഈശ്വര, പെട്ടെന്ന് വല്യമ്മയ്ക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയും ഒന്ന് സോപ്പ് ഇടണമല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. മുത്തശ്ശൻ ഇതെല്ലാം കണ്ടിട്ട് മുത്തശ്ശിയോട് പറയാണ്, എന്തു പറ്റി ദേവയാനിക്ക്, നയനമോളോടൊരു സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, വേറൊന്നുമല്ല, ദേവയാനിക്ക് വയ്യാതിരുന്നപ്പോൾ നയനമോളാണ് ശുശ്രൂഷിച്ചത്, നയനമോളുടെ വില ദേവയാനിക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതാണ് ഒരു ആപത്ത് വരുമ്പോൾ ആയിരിക്കും നമ്മളെ ആരാണ് കൂടുതൽ സ്നേഹിക്കുക എന്നും കൂടെ ആരാ ഉണ്ടാവുക എന്നും അറിയുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം ജയൻ വരുന്നുണ്ട്. എന്നിട്ട് ജയൻ ചോദിക്കുന്നുണ്ട്, ദേവയാനി നീ എഴുന്നേറ്റായിരുന്നോ? നിന്നെ വിളിക്കേണ്ടെന്ന് നയനമോള് പറഞ്ഞുകൊണ്ടാ ഉറങ്ങുമ്പോൾ ഞാൻ വന്ന് വിളിക്കാൻ, ഇപ്പം എങ്ങനെയുണ്ട്, നിനക്ക് കുറവുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എന്നെ അങ്ങനെയല്ലേ നയനെ നോക്കിയതും കെയർ ചെയ്തതും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആഹാ, ആരാ ഇത് പറയുന്നേ? അമ്മ നയനെക്കുറിച്ച് നല്ലത് പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നല്ലത് കണ്ടാൽ ഞാൻ നല്ലത് തന്നെ പറയും,
എനിക്ക് വയ്യാതെ കിടന്നപ്പോൾ നയന എന്നെ പൊന്നു പോലെ നോക്കി, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് എന്നെ അവൾ നോക്കിയത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഭേദമായത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഈ സമയം അനാമിക മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈശ്വര എല്ലാം പൊളിഞ്ഞല്ലോ, ഞാൻ ആ കിടന്നുറങ്ങിപ്പോയതാണ് വല്ലാത്ത കഷ്ടമായത്. ആ സമയം നോക്കി നയന കയറി ഗോളടിച്ചു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കുശുമ്പ് മൂത്തിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. ശേഷം അനാമിക മോളിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ജാനകിയെ കാണും കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി മോളെ, മുഖം എന്തോ ഒരു വല്ലായ്മ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഒന്നുമില്ല അമ്മേ, ആ സമയം ഇന്നലെ എന്നെ വല്യമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ സമയം എനിക്ക് പോകാനും പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി, കെയർ ചെയ്യാൻ ഒന്നിനും പറ്റിയില്ലല്ലോ. ആ സമയം നോക്കി നയന ഗോളടിച്ചു എന്നാണ് തോന്നണേ. ഇപ്പോൾ വല്യമ്മയ്ക്ക് എന്തോ ഒരു മാറ്റമൊക്കെ കാണുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജാനകി പറയുന്നുണ്ട്, അത് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിട്ട് ശരിയാക്കിക്കൊള്ളാം, മോൾ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ സ്നാക്സും ചായയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട്, എത്ര നാളിന് ശേഷമാണ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നൊന്ന് ആഹാരം കഴിച്ചിട്ടെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ അനാമികയ്ക്ക് കുശുമ്പ് മൂത്തിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഇങ്ങനെ ഇവർ സന്തോഷത്തോടെ വിട്ടാൽ ശരിയാവില്ല, എല്ലാവരെയും തമ്മിൽ തെറ്റിക്കണം, എന്നാൽ മാത്രമേ എൻ്റെ പ്ലാനൊക്കെ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കൂ എന്നിങ്ങനെ നമ്മുടെ അനാമിക മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ബാക്കി കഥയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത കഥയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.